കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ എരമംഗലം ALP സ്കൂളിൽ 214 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ പാർവതിയും ഒപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് PT അജയ് മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെ കേരള ജനത വെറുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിന്റെ പ്രതികരണം വോട്ടായി പ്രകടമാകുമെന്നും അദ്ദേഹം വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കേസ്, കരിവന്നൂർ ബാങ്ക് കേസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടായ ആരോപണങ്ങളും വിവാദങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ UDFന് അനുകൂലമായ വോട്ടു ചലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി വോട്ട് ചെയ്തു. ഇനി കുന്നംകുളത്തേക്ക് പോവുകയാണ്. ഇവിടെയും കുന്നംകുളത്തും തവനൂരും ഒക്കെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഏതായാലും ഇത്തവണ UDF 100-ൽ പരം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും. 100-ൽ കൂടുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വെറുത്തിരിക്കുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളത് ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ധാരണ. അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. ശബരിമല അയ്യപ്പനടക്കം കാക്കാൻ ശ്രമിച്ചവർ, കുട്ടികളിൽ രാസലഹരി കഴിഞ്ഞ 10 വർഷമായി പടർത്തിയവർ, അതുപോലെ തന്നെ കരിവന്നൂരൊക്കെ കേരളം ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് UDFന് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് UDFനെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.